വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും ഷോ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് അവരെ രണ്ടുപേരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ഗബ്രി ഇപ്പോൾ മെഡിക്കൽ റൂമിലാണുള്ളത്. ഗബ്രി തല ഇറക്കി വീഴുകയും ആ ഒരു സിറ്റുവേഷനിൽ മെഡിക്കൽ റൂമിലേക്ക് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ കുറച്ച് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ അടുത്തായിട്ട് കൺഫെഷൻ റൂമിൽ തന്നെ ഉണ്ട്. ജാസ്മിൻ വളരെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടെ അപ്സരയും രശ്മിനും ഇരിപ്പുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. ജാസ്മിന്റെ അവസ്ഥയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര മോശമായ ഒരു അവസ്ഥയിലേക്ക് ജാസ്മിൻ പൊക്കോണ്ടിരിക്കുന്ന പോലെയുണ്ട്. ഗബ്രിയുടെ അവസ്ഥയും അത് തന്നെയാണ്. കുറെ മണിക്കൂറുകളായിട്ട് ഗബ്രി ആ വീട്ടിൽ ആരോടും സംസാരിച്ചിട്ടില്ല. അവിഞ്ഞു കുഴഞ്ഞൊരു ശോകം അടിച്ച ഒരു അവസ്ഥയിൽ തന്നെയാണ് അവര് രണ്ടുപേരും ഇപ്പോഴുള്ളത്. ലൈവ് അപ്ഡേഷനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. പ്രൊമോയിൽ കണ്ട ഒരു മൈക്ക് ധരിക്കാത്തതിന്റെ പേരിൽ ജാസ്മിനോട് എതിർക്കുന്ന ഒരു ജിൻഡോയുടെ ഒരു ക്ലിപ്പിംഗ് ഒക്കെ പ്രൊമോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ജാസ്മിന്റെ രാവിലെ മുതലുള്ള ആ ഒരു സിറ്റുവേഷനെയൊക്കെ ജിൻഡോ കണ്ടന്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് ആ ഒരു ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ അവിടെ നിന്നുകൊണ്ട് അവരോട് അതൊക്കെ ചോദിച്ചതിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതിലൊരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം പ്രേക്ഷകർ ഓഫ് കോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, വോട്ട് ചെയ്യുന്നവരാണ്, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഷോയെ കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലുള്ള ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. പക്ഷെ ആ വീട്ടിൽ അവരെ പോലെ തന്നെ കളിക്കാൻ വന്നിരിക്കുന്ന ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് ചോദിക്കുന്നു എന്നുള്ളതാണ് ഡൗട്ട്. കാരണം ഒരിക്കലും അവരുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം എന്താണെന്ന് ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചാലേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ശുദ്ധ മണ്ടത്തരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് സ്വന്തമായ ഒരു ഗെയിം പ്ലാൻ അപ്പൊ അവിടെ ഇല്ലാത്തതുപോലെയാണ്. മറ്റുള്ളവരുടെ ഗെയിം പ്ലാനെ എക്സ്പോസ് ചെയ്തെടുത്ത് അതിനെതിരെ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല. ഇപ്പൊ ജാസ്മിനും ഗബ്രിയുടെയും ഗെയിം എന്താണെന്ന് പറഞ്ഞാലേ മുമ്പോട്ട് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു നിലവാരമില്ലാത്ത ഒരു ഗെയിം തന്നെയാണ്. മത്സരിക്കാനുള്ള ആ ഒരു ത്വര എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഗെയിം പ്ലാൻ അറിഞ്ഞതിന് ശേഷം കളിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പുച്ഛം മാത്രം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇന്നലത്തെ നൈറ്റില് ഒരു ലൈവ് മുതൽ ഇന്നത്തെ ലൈവിലൊക്കെ എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ മറ്റൊരു ഗെയിം സ്പേസ് ഉണ്ടാക്കുന്നില്ല, മറ്റാർക്കും ഒരു കണ്ടന്റും കൊടുക്കാനില്ല, മറ്റാരുടെയും ഒരു ഗെയിമും അവിടെ നടത്താനില്ലാത്ത പോലെ തന്നെയാണ് അവിടെ ഉള്ളത്. അതുപോലെ ലൈവിൽ ഇന്ന് രാവിലെ ജിൻഡോ വന്നിട്ട് ബാക്കിയുള്ള വീട്ടിലുള്ള ആളുകളോടൊക്കെ വന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ജിൻഡോ പറയുന്നത് അവരെ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ജിൻഡോ ആണ് ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പൊ പവർ ടീമായിട്ട് ശരണ്യയുടെ ഒക്കെ ടീമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവരോട് പോയിട്ട് കൺവിൻസ് ചെയ്യുകയാണ് ജാസ്മിനെയും ഗബ്രിയും സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ഗെയിം എന്താണെന്നുള്ളത് എടുത്ത് പുറത്തിടേണ്ടതുണ്ട്, അവരെ ഗെയിം കളിപ്പിച്ച് ഒന്നുമല്ലാതാക്കി കളയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിൻഡോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ജിൻഡോയ്ക്ക് അവിടെ ഒരു ഗെയിം ഇല്ലെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരെ നല്ല രീതിയിൽ ബെറ്റർ ആക്കി കളിച്ച് കൊണ്ടുവന്നിട്ട് അവരെ ഔട്ട് ആക്കട്ടെ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അവരെ എത്രത്തോളം കണ്ടന്റ് നല്ല രീതിയിൽ അവിടെ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രേക്ഷകർ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതിനപ്പുറം അവർ ആ വീട്ടിലൊന്നും ചെയ്യുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നുമ്പം അവരെ ഉറപ്പായിട്ടും എവിക്റ്റ് ചെയ്ത് പുറത്തേക്ക് ആക്കുകയും ചെയ്യും. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന, വീടിന്റെ ഉള്ളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എവിക്ഷനിലേക്ക് അവരെ രണ്ടുപേരെയും ആഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. ബിഗ് ബോസോ പ്രേക്ഷകരോ ആയിരിക്കും ഇതിന്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവുക. പക്ഷെ ജിൻഡോയുടെ ഈ ഒരു പ്ലാൻ ഒരിക്കലും നടപ്പിലാകാൻ പോകുന്ന ഒന്നായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഗബ്രിയിലേക്കും ജാസ്മിനിലേക്കും മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ബാക്കിയുള്ളവരുടെ ഒരു ഗെയിമിന് ഒരു നിലവാരവും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. പിന്നെ ജാസ്മിൻ ആണെങ്കിലും ലൈവിൽ വല്ലാത്ത രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട്. മൊത്തത്തിൽ ഞങ്ങളെ കുരുക്കി കളഞ്ഞു എല്ലാവരും കൂടെ ചേർത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടാണ് ജാസ്മിൻ കരയുന്നുള്ളത്. ജാസ്മിന് മെന്റലി ഭയങ്കര വീക്ക് ആവുന്നുണ്ട്, മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഒട്ടും ഓക്കെ ആവാൻ പറ്റുന്നില്ല, വീട്ടിലുള്ള ആരെയും പോയി കാണണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺവെൻഷൻ റൂമിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനെ തന്നെയാണ് കാണുന്നത്.
മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ശാരീരികമായും വല്ലാതെ തളർന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഗബ്രിയുടെയും സിറ്റുവേഷൻ വളരെ മോശമാണ്. ആ വീട്ടിൽ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു തകർച്ചയിലേക്കാണ് ഇപ്പം ഗബ്രി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വീട്ടിലുള്ളവർ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഗബ്രിയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് സിബിൻ, പക്ഷെ ഒന്നും തന്നെ സംസാരിക്കാനായിട്ട് നോക്കുന്നില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ സിബിൻ ബാക്കി വീട്ടിലുള്ളവരോടൊക്കെ പറയുന്നുണ്ട്, ഇവൻ ഈ വീട്ടിൽ വെച്ച് ഇവർ ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല, പുറത്തു പോയാലേ അവന് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗബ്രിയുടെ തലയിലേക്ക് എന്തൊക്കെയോ ഇഞ്ചെക്ട് ചെയ്ത് സിബിൻ കൊടുക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. കാരണം സിബിൻ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഈ വീട്ടിലായതുകൊണ്ട് ആര് എന്ത് നല്ല കാര്യം പറഞ്ഞാൽ പോലും അതിനെ രണ്ട് രീതിയിലും ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ സിബിൻ ഇപ്പോൾ ചെയ്തതിലും ട്വിസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതുപോലെയും ചിന്തിക്കാം. ഗെയിം എന്നുള്ള നിലയിൽ ഗബ്രിയുടെ തലയിലേക്ക് കുറെ കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് ഗബ്രിയെ വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിൽ നിന്ന് പോണം എന്നുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. സിബിൻ നല്ല രീതിയിൽ ആ ഒരു ടൈം ഇത് യൂസ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗബ്രി തലയിറങ്ങി ഒരു മോശമായ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുമ്പോൾ ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് ഗബ്രിയെ. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിലവിലുള്ള ലൈവ് പൊക്കോണ്ടിരിക്കുന്നത്.